ഒമ്പതാമത്തെ ആഴ്ചയിലാണ് ഇവൾക്ക് ഹാർട്ട് ബീറ്റ് തന്നെ കിട്ടുന്നത്. എല്ലാ 6 ആഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും സ്കാനിങ് ചെയ്തിരുന്നു. 9ാമത്തെ ആഴ്ചയിൽ ഇവൾക്ക് ഹാർട്ട് ബീറ്റ് കിട്ടി. 3ാമത്തെ മാസത്തിൽ ഞങ്ങൾക്ക് ഇവൾക്ക് അംബ്ലിക്കൽ കോഡ് ബ്ലോക്കായിട്ട് കുഞ്ഞിന് ഫുഡ് പോകുന്ന വാൾവ് ആർട്ടറി ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു എക്കോസ്പിരിൻ കഴിക്കാൻ. അങ്ങനെ 8ാം മാസം വരെ എക്കോസ്പിരിൻ കഴിച്ചു. 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് കൊച്ചിൻ്റെ കുടൽ ബ്ലോക്കായി കണ്ടു. പിന്നെ കൊച്ചിന് ഹാർട്ടിന് 2 വാൾവ് കിട്ടി, വാൾവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും കൊച്ച് വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിക്കും, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ മരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നും കൂടെ വേറൊരു ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കാണിച്ചു. അങ്ങനെ 4 ഡോക്ടേഴ്സിനെ 4 ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ്, ചെറിയ പ്രായമല്ലേ, അപ്പം നിങ്ങൾ ഒരു അബോർഷൻ ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇത്രയും വലിയ കോംപ്ലിക്കേഷനായി ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, നിങ്ങൾ എന്തായാലും അബോർഷൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞു, പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ അബോർഷനൊന്നും നിൽക്കണ്ട, മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കൊച്ചിന്. അപ്പം ഡൗൺ സിൻഡ്രോത്തിലുള്ള കൊച്ച് ജനിച്ചോട്ടെ, നമുക്ക് അതിനെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നേഴ്സാണ്, അതുകൂടെ ഞാൻ ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ചുങ്ങളുടെ കൂടെ ഒരുപാട് നാൾ ജീവിച്ച കുറ്റാണ്. അപ്പോൾ അവരുടെ ഓരോ കുറവുകൾ എന്ന് പറയുമ്പോൾ അവർക്കറിയാം, ഫുഡ് കഴിക്കാൻ അവർക്കറിയില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അവരുടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കും അങ്ങനെ ഒരു കൊച്ചാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഭയങ്കര സങ്കടകരമായി മുന്നോട്ട് പോയി. അങ്ങനെ 7ാം മാസം എത്തി. 7ാം മാസത്തിൽ ഷുഗർ ഭയങ്കര കൂടി, അപ്പം ഫ്ലൂയിഡ് കൂടുതലായി. ഇവൾക്ക് ബ്രീച്ച് പ്രസൻറ്റേഷൻ, കുട്ടി തല മുകളിലേക്ക് കിടക്കുന്നത്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഇവിടുന്ന് വെഞ്ചരിച്ച ഓയിൽ വെച്ച് വയറ് കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെലിവറി അടുത്തു. ഡെലിവറിയുടെ സമയത്ത് ഡോക്ടേഴ്സ് എന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു, ലേബർ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇത് ഇങ്ങോട്ട് നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് പോയത്, ഇത് ഒന്നെങ്കിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ കൊച്ച്, ഇതിൽ കൊച്ചിൻ്റെ കാര്യം ഞങ്ങൾ നോക്കണ്ടല്ലോ എന്നാണ് ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, അത് പോരാ, 2 പേരെ എനിക്ക് വേണം, 2 പേരെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അവരൊന്നും മിണ്ടാതെ പോയി. അങ്ങനെ കുറച്ച് പിന്നെ 26 മണിക്കൂറിന് ശേഷം, അതായത് ഫ്ലൂയിഡ് ലീക്കേജ് ആക്കി 26 മണിക്കൂറിന് ശേഷം കൊച്ചിനെ പുറത്തെടുത്ത് കഴിഞ്ഞ് നേരെ ICUലേക്ക് കൊണ്ടുപോയി. ICUവിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞ്, കൊച്ച് ഭയങ്കരമായിട്ട് ഛർദിയാണ്, ആ കൊച്ചിൻ്റെ വയറ്റിലേക്ക് എത്തുന്ന കുഴൽ ബ്ലോക്ക് ആയതുകൊണ്ട് അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ ആ ബ്ലോക്ക് അവർ മാറ്റി. അങ്ങനെ ഇരുന്ന് ഞാൻ അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പിന്നീട് ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അമ്മമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരമാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക, കൊച്ചിന് വയറ്റിലേക്ക് എത്താനുള്ള കുഴൽ, അതായത് നമ്മൾ കുഴലിട്ടിട്ടുണ്ടായിരുന്നു, ആ കുഴൽ അവൾ തന്നെ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ്. അങ്ങനെ ഡോക്ടേഴ്സ് നേഴ്സുമാരെ വഴക്ക് പറയാൻ തുടങ്ങി, നേഴ്സുമാർ ബൈസ്റ്റാൻഡറിനെ വഴക്ക് പറയാൻ തുടങ്ങി. ആകെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അവർ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട, അത് അമ്മ മാതാവ് വന്ന് അത് എടുത്ത് മാറ്റിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് ഇതാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു, നോക്കാം, നമുക്ക് ഒരു ദിവസത്തോളം നമുക്ക് നോക്കാം, കൊച്ച് ഛർദ്ദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ്
9 ദിവസമാണ് അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ, അതായത് ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉള്ള ടൈം പറഞ്ഞത്. പക്ഷേ എല്ലാം ഒരു 5-6 ദിവസം, 8-ാം ദിവസം ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി.